ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, കോൺട്രാക്റ്റ് ക്വസ്റ്റ്യനിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റ് ടു ദ കോൺട്രാക്ട് ഡ്യൂറിങ് ദി ഇയർ 2010. കോൺട്രാക്ട് പ്രൈസ് 6 lakh. കോൺട്രാക്ട് പ്രൈസ് നമുക്ക് കോൺട്രാക്ട് അക്കൗണ്ടിലേക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്ട് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ കോൺട്രാക്റ്റീസ് അക്കൗണ്ടിൽ നിന്ന് എഴുതുന്നത് ഈ amount ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കാം, നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ പറയണില്ല. എന്തായാലും 6 lakh ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. വേജസ് ഡെബിറ്റ്സിൽ എഴുതാം. മെറ്റീരിയൽസ്, അപ്പോൾ ഇതിൽ ഒരു ഐറ്റം നമുക്ക് മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് ₹50,000 ആണ്. ഓക്കെ, 50,000 മെറ്റീരിയൽസ് 50,000. മെറ്റീരിയൽസ് ഡെബിറ്റ്സിൽ എഴുതാം. വേജസ് ഡെബിറ്റ്സിൽ എഴുതാം. അതർ എക്സ്പെൻസ് ഡെബിറ്റ്സിൽ എഴുതാം 10,000. ഓക്കെ, ദെൻ മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർ 5,000 ക്രെഡിറ്റ്സിൽ എഴുതണം. മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർ 5,000 ക്രെഡിറ്റ്സിൽ എഴുതണം. പ്ലാന്റ് അറ്റ് കോസ്റ്റ് ഡെബിറ്റ്സിൽ 60,000 എഴുതണം. ദെൻ പ്ലാന്റ് അറ്റ് കോസ്റ്റ് 60, പ്ലാന്റ് ആസ് ഓൺ 31 December 2010 ഇത് ക്ലോസിംഗ് ആണ്, അപ്പോൾ അത് നമുക്ക് ക്രെഡിറ്റ്സിൽ എഴുതണം. ക്യാഷ് റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റി ഇത് നമ്മൾ 1 lakh ആണ്, 1 lakh എഴുതണം. വർക്ക് സർട്ടിഫൈഡ് 1,25,000 എഴുതണം. 1 lakh അൺസർട്ടിഫൈഡ് 60,000 എഴുതണം. പ്രിപ്പയർ കോൺട്രാക്ട് ഇതൊരു ചെറിയൊരു കോൺട്രാക്റ്റ് അക്കൗണ്ടാണ്, അതായത് വർക്ക് സർട്ടിഫൈഡ് നമുക്ക് നേരിട്ട് തന്നിട്ടല്ലോ. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് എന്നുള്ള എമൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കോൺട്രാക്ട് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് 6 lakh അല്ലേ എന്തെങ്കിലും. 6 lakhൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3 lakh. അപ്പോൾ 3 lakh ഉള്ള ഇവിടെ 1,25,000 3 lakhൻ്റെ പകുതി എത്രയാണ്? 1,50,000 ആണ്. അപ്പോൾ 1/4 താഴെയാണ് ഇവിടെ തന്നിരിക്കുന്നത് വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മുഴുവൻ പ്രോഫിറ്റ് നമ്മൾ റിസർവ് ആയിട്ട് എഴുതേണ്ടി വരും കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമുക്ക് 50,000 നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കത് വർക്കൗട്ട് ചെയ്യണമല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് എത്രയുണ്ട്? മെറ്റീരിയൽസ് 45,000. ഓക്കെ, മെറ്റീരിയൽസ് 45,000 നമുക്ക് നോക്കാം. ഇവിടെ 45,000 അല്ലേ നമ്മളിവിടെ എഴുതിയ മെറ്റീരിയൽസ് 40 നമുക്ക് നാലാമത്തെ 50,000 മെറ്റീരിയൽസ് 50,000. ഓക്കെ, മെറ്റീരിയൽസ് 50,000 ആണ്. അപ്പോൾ 50,000 നമ്മൾ ഇവിടെ എഴുതുന്നു 50,000. ദെൻ വേജസ് അതൊന്ന് താഴേക്ക് അതിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് ശരിയാക്കുന്നുണ്ട്. വേജസ് 60,000. ദെൻ അതർ എക്സ്പെൻസസ് 10,000. ദെൻ പ്ലാന്റ് 60,000. ഓക്കെ, അങ്ങനെ നമുക്ക് നാഷണൽ പ്രോഫിറ്റിലേക്ക് കണ്ടുപിടിക്കാം. നാഷണൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈഡ് എത്രയുണ്ട്? 1,25,000. ദെൻ വർക്ക് അൺസർട്ടിഫൈഡ് തന്നിട്ടുണ്ട്, അത് എത്രയുണ്ട്? 60,000 വർക്ക്. ദെൻ പ്ലാന്റ് അറ്റ് ദ എൻഡ്, അതായത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ട് പ്ലാന്റ് അറ്റ് ദ എൻഡ് 54,000 ആണ് തന്നിരിക്കുന്നത്. ദെൻ മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർ എത്രയുണ്ട്? റിട്ടേൺ ടു സ്റ്റോർ നമുക്ക് 5,000 ആണ്. അത് നമുക്ക് ചോദ്യത്തിൽ നമ്മൾ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് അതിലേക്ക് എടുത്ത് എഴുതുന്നു 5,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലേക്കുള്ള ഐറ്റംസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഡെബിറ്റ് സൈഡിൽ മെറ്റീരിയൽസ് 50,000, വേജസ് 60,000, അതർ എക്സ്പെൻസ് 10,000, പ്ലാന്റ് 60,000. ഓക്കെ, വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈഡ് 1,20,000 ഇതൊക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. വർക്ക് അൺസർട്ടിഫൈഡ് 60,000, പ്ലാന്റ് അറ്റ് ദ എൻഡ് 54,000, ദ മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർ 5,000. ഇത് എല്ലാവരും ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ 2,44,000 ടോട്ടൽ വരുന്നു. അതിവിടെ എഴുതി. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇവിടെ ഡെബിറ്റ് സൈഡിലുള്ള കുറയ്ക്കാം. അങ്ങനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? അതാണ് നാഷണൽ പ്രോഫിറ്റ്. അപ്പോൾ നാഷണൽ പ്രോഫിറ്റ് 64,000 ആണ് നാഷണൽ പ്രോഫിറ്റ്. ഓക്കെ, ആ നാഷണൽ പ്രോഫിറ്റ് ഇങ്ങോട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് നമുക്ക് ടോട്ടൽ ചെയ്താൽ ആ ടോട്ടൽ ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ 64,000 കിട്ടിക്കഴിഞ്ഞാൽ ക്യാരി ഡൗൺ അല്ലേ, അത് ക്രെഡിറ്റ്സിലേക്ക് പ്രൊഡക്റ്റ് ചെയ്യും. ആവശ്യം തന്നെ ചെയ്യണതാണ്, അപ്പം തന്നെ ചെയ്യുന്നതാണ്. നമുക്ക് ആ റിസർവിലേക്കുള്ള എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് കാൽക്കുലേഷനിൽ നമ്മൾ പറയുന്നുണ്ട് നാഷണൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്യും. ഹിയർ വർക്ക് സർട്ടിഫൈഡ് ഈസ് ₹1,20,000 വിച്ച് ഈസ് ബിലോ 1/4 ഓഫ് ദ കോൺട്രാക്ട് പ്രൈസ്. അതായത് കോൺട്രാക്ട് പ്രൈസ് എത്ര? 6 ലക്ഷം. 6 ലക്ഷത്തിൻ്റെ 1/4 താഴെയാണ്. 6 ലക്ഷത്തിൻ്റെ 1/4 എത്രയാണ്? 6 ലക്ഷത്തിൻ്റെ ഹാഫ് 3 lakh ആണ്, അതിൻ്റെ ഹാഫ് 1,50,000. അപ്പോൾ 1/4 എന്ന് പറയുന്നത് 1,50,000 ആണ്. 6 lakhൻ്റെ 1/4 എന്നുള്ളത് 6 lakhൻ്റെ 1/4 എന്നുള്ളത് 1,50,000. ആ 1,50,000 താഴെയാണ് വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ എന്ത് ചെയ്യും? ദ ഹോൾ നാഷണൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു വർക്ക് ഇൻ പ്രോഗ്രസ് ഓർ റിസർവ് അക്കൗണ്ട്.
നത്തിങ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഒന്നും തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്ക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതിയത് നത്തിങ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ വർക്ക് സർട്ടിഫൈഡും കോൺട്രാക്റ്റ് പ്രൈസും നമ്മൾ നോക്കുമ്പോൾ കാൽഭാഗത്തേക്കാൾ കുറവാണ് നമ്മുടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുഴുവൻ എമൗണ്ട് നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. 64,000 ഇവിടെ ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫുൾ എമൗണ്ട് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. ഇതാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ കേട്ടോ. ഇതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ വേറെ ഐറ്റംസ് ഒന്നുമില്ല. കുറച്ച് ഡാറ്റയേ ഉള്ളൂ. വർക്ക് സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഡാറ്റ വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യും. ഓക്കെ. താങ്ക് യു.